നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കട്ടെ. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ US, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 1% ഉയർന്നു. ഇന്നലെ PPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ് US പുറത്തു വന്നത്. കഴിഞ്ഞ മാസം മൊത്തവില പണപ്പെരുപ്പം പ്രതീക്ഷകൾക്ക് അനുസൃതമായി തന്നെയായിരുന്നു, 0.2% ഉയർന്നു. ഇന്നലെ സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷകൾ കൂടുതൽ വർദ്ധിച്ചതോടെ സ്പോട്ട് ഗോൾഡ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ഇന്നലെ US ഗോൾഡ് റിലേറ്റഡ് ആയ സ്റ്റോക്കുകളെല്ലാം ഫോക്കസിൽ ഉണ്ടായിരുന്നു, നല്ല നേട്ടവും ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നലെയാണ് ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നത്. വളരെ നല്ല ഡാറ്റ തന്നെയായിരുന്നു അത്. കൂടാതെ പെട്രോൾ വില കുറച്ചേക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളും മറ്റ് സ്റ്റോക്ക് ന്യൂസുകളും ഉള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് കുറഞ്ഞതിനാൽ ഇന്ധന വില കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുന്നതായി പെട്രോളിയം സെക്രട്ടറി പങ്കജ് ജെയിൻ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്ധന ആവശ്യം നിറവേറ്റുന്നതിനായി എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപ്പക്കിനോടും സഖ്യകക്ഷികളോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ എണ്ണവില കുറയുകയാണെങ്കിൽ അത് ഏതൊക്കെ സെക്ടറുകൾക്കായിരിക്കും പോസിറ്റീവായി വരിക എന്ന് നമുക്ക് നോക്കാം. ഓട്ടോമൊബൈൽ സെക്ടർ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് സെക്ടർ, ഏവിയേഷൻ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകൾക്കൊക്കെ ഈ ഒരു എണ്ണവില കുറയ്ക്കുന്നതിലൂടെ വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഈ സെക്ടറുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മാസവുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഒരു വർധനവ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഉപഭോക്തൃ വില സൂചിക CPI പണപ്പെരുപ്പം അനുസരിച്ചുള്ള ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം ജൂലൈയിൽ 3.6% നിന്ന് 2024 ഓഗസ്റ്റിൽ 3.65% ഉയർന്നു. ഇനി കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 2023 ഓഗസ്റ്റിൽ 6.83% പണപ്പെരുപ്പം. അവിടെ നിന്നും ഒരു വലിയ ഇടിവ് തന്നെയാണ് ഇപ്പോൾ ഇൻഫ്ലേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത് പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില ഓഗസ്റ്റിൽ കുറഞ്ഞിരിക്കുന്നു. പച്ചക്കറികളുടെ വില വർധനവ് RBIക്ക് ഒരു തലവേദന തന്നെയായിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇൻഫ്ലേഷനിൽ ഒരു വർധനവ് ഉണ്ടാവാൻ കാരണമായത് ധാന്യങ്ങളുടെയും ഭക്ഷ്യ എണ്ണകളുടെയും പോലുള്ള മറ്റ് ഇനങ്ങളുടെ വില ഉയർന്നതാണ്. മറ്റൊരു ഡാറ്റ കൂടി പുറത്തു വന്നത് വ്യാവസായിക ഉൽപ്പാദന ഡാറ്റയായിരുന്നു. IIP ജൂണിൽ 4.7% നിന്ന് ജൂലൈയിൽ 4.8% ഉയർന്നു. ഖനനത്തിൻ്റെയും വൈദ്യുതിയുടെയും വളർച്ച മന്ദഗതിയിലായപ്പോൾ മൂലധന വസ്തുക്കൾ ഗണ്യമായി പുരോഗതി കാണിച്ചു. ഇത് നിക്ഷേപ പ്രവർത്തനങ്ങളിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. ഏതായാലും ഈ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പോസിറ്റീവായി തന്നെ കാണാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBI അതിൻ്റെ 90% റീറ്റെയിൽ ഉപഭോക്താക്കളെയും സുരക്ഷിതമല്ലാത്ത വായ്പകൾക്കായി ആപ്പുകൾ, വെബ്സൈറ്റുകൾ എന്നിവ വഴി ബാങ്കിംഗ് എളുപ്പവും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദവുമാക്കാൻ പദ്ധതിയിടുന്നു. അടുത്തതായി ലിൻഡെ ഇന്ത്യ എന്ന കമ്പനിയാണ്. സെനാറ്റാരിസ് റിന്യൂവബിൾ എനർജിയിൽ 350 ദശലക്ഷം രൂപ നിക്ഷേപിച്ചതായി ലിൻഡെ ഇന്ത്യ അറിയിച്ചു. അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തെറ്റായി നേടിയെന്ന് ആരോപിച്ച് 63 ലക്ഷം രൂപ പിഴ ഈടാക്കിക്കൊണ്ട് ജാംനഗറിലെ സ്റ്റേറ്റ് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണറിൽ നിന്ന് കമ്പനിക്ക് ഉത്തരവ് ലഭിച്ചു. ഇന്നലെ സ്റ്റോക്ക് US ADRൽ 1% മുകളിൽ ഇടിയുകയുണ്ടായി. മറ്റൊരു കമ്പനി HCL ടെക്നോളജീസ് ആണ്. HCL ടെക്നോളജീസ് 23.9 മില്യൺ യൂറോയ്ക്ക് ഫ്രാൻസിലെ പാരീസ് ആസ്ഥാനമുള്ള സോഫ്റ്റ്വെയർ കമ്പനിയായ സീനെ SAS-ൽ 100% ഓഹരികൾ ഏറ്റെടുത്തതായി കമ്പനി പ്രഖ്യാപിച്ചു. അടുത്തത് BLS ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. 15ലധികം രാജ്യങ്ങളിലെ താമസത്തിനും പൗരത്വത്തിനും നിക്ഷേപ പരിപാടികളിൽ വൈവിധ്യം നേടിയ ദുബായ് ആസ്ഥാനമായുള്ള സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ്മെന്റിൽ 100% ഓഹരികൾ ഏറ്റെടുക്കുന്നതിനുള്ള കരാറിൽ BLS ഇന്റർനാഷണൽ ഒപ്പുവെച്ചു എന്നൊരു വാർത്ത. ഈ ഒരു കരാറിന്റെ മൊത്തം മൂല്യം ഏകദേശം 260 കോടി രൂപയാണ്. അടുത്തതായി ടാറ്റ പവർ ആണ്. ടാറ്റ പവർ റിന്യൂവബിൾ എനർജിയും ടാറ്റ മോട്ടോഴ്സും പുതിയ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. 200 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി HG ഇൻഫ്രയാണ്. കമ്പനിക്ക് 716 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ സെൻട്രൽ റെയിൽവേയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അടുത്തത് LIC ആണ്. LIC IRCTCയിലെ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 7.27 നിന്ന് 9.298% ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്ന കമ്പനികൾ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും സ്പോർട്ടിംഗ് ഇന്ത്യ എന്നീ കമ്പനികളാണ്. ബോണസ് ഇഷ്യൂ നൽകുന്നത് മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റലുമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലൈവ് സെഷൻ ആരംഭിക്കുന്നത് രാവിലെ 11:30 കൂടിയാണ്. 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഓരോ ദിവസത്തെയും ട്രേഡിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു പോകുന്ന ഒരു സെഷനാണ്. അപ്പോൾ ആരും ആ സെഷൻ മിസ്സാക്കാതിരിക്കുക. ഇനി ഒരു പക്ഷേ ഈ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. നിഫ്റ്റി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ്, HDFC ബാങ്ക്, IT സ്റ്റോക്കുകൾ എന്നിവ നിഫ്റ്റിയെ ഉയർത്തി. നിഫ്റ്റി 25,400ഉം സെൻസെക്സ് 83,000ഉം ഇൻട്രാഡേയിൽ ഇത് ആദ്യമായി ക്രോസ് ചെയ്തു. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഹൈലൈറ്റ് ആയ വാർത്തയായിരുന്നു ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തി എന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. സ്റ്റീൽ സെക്ടർ അതുകൊണ്ട് തന്നെ ഇന്നലെ 3% ഉയർന്നത്. നമ്മൾ എല്ലാ ദിവസവും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാറുള്ളത്. അതുകൊണ്ട് എല്ലാവരും പ്രീ മാർക്കറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ONGC 3% ഉയർന്നു. സൊമാറ്റോ 6ാമത്തെ ദിവസവും ഉയർന്നു. ഹൊനാസ കൺസ്യൂമർ 5% ഇടിയുകയുണ്ടായി. നിഫ്റ്റിയിലേക്ക് ഇന്നലെ ഉച്ചവരെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നിഫ്റ്റിയിൽ ഒരു ഗംഭീര റാലിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 25,388-ൽ 470 പോയിന്റ്സ് ഉയർന്നാണ്. ഒരാഴ്ചത്തെ കൺസോൾട്ടേഷന് ശേഷമാണ് നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് നിഫ്റ്റിക്ക് ലഭിക്കുന്നത്. ബുധനാഴ്ച 21 ഡേ EMAക്ക് താഴെയായിട്ടായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്ത്. ഇന്നലെ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചു. ഡെയിലി ചാർട്ടിൽ RSI ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണിക്കുന്നത് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിന്റെ സൂചന തന്നെയാണ്. അപ്സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 25,470 മുതൽ 25,500 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,100ഉമാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ക്യാൻഡിലുകളെ എല്ലാം എൻഗൾഫ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല നല്ല സ്ട്രോങ് വോളിയം കൂടിയുള്ളത് നല്ല ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 25,400 സ്ട്രൈക്കിൽ 7,520% വർധനവ് പുട്ട് സൈഡിൽ. ഒരു അതിശക്തമായ ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ വെറും 184% വർധനവ് മാത്രമാണത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ്. 25,350 സ്ട്രൈക്കിൽ 9,569% ഒരു വളരെ ശക്തമായ ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിൽ വെറും 36% ഒരു വർധനവ് മാത്രം, ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തത് 25,450 സ്ട്രൈക്കിൽ 5,017% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു അതിശക്തമായ ലോങ് ബിൽഡപ്പ് തന്നെയാണത്. 314% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ്. ഈ 3 സ്ട്രൈക്കുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 26,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കും അതിനുശേഷം 25,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,500-ആണ്. അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 25,200 സ്ട്രൈക്കുമാണ്. അടുത്ത വീക്ക് എക്സ്പയറിയിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,400ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,200ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,772-ൽ 762 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയും ആ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. 52,000 മുതൽ 52,500 വരെയുള്ളതാണ് അപ്സൈഡിലെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള ഒരു ഏരിയ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000-ആണ്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000, അതിനുശേഷം 50,500, അതിനുശേഷം 51,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,500. അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക് 13.18-ൽ 3.27% ഇന്ത്യ വിക്സ് ഇന്നലെ ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs വലിയ ബൈയിങ്ങിലേക്കാണ് ഇന്നലെ പോയത്. 7,695 കോടി രൂപയ്ക്ക് അവർ ബൈ ചെയ്തു. DIs ആവട്ടെ 1,800 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് മാത്രം 12,834 കോടി രൂപയാണ് FIs ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്ത്. വലിയൊരു ഹ്യൂജ് ബൈയിങ് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. US മാർക്കറ്റിലേക്ക് ഏറ്റവും പുതിയ പണപ്പെരുപ്പ് ഡാറ്റയായ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും ഫെഡറൽ റിസർവ് 25 ബേസിസ് പോയിന്റ്സ് നിരക്ക് കുറയ്ക്കും എന്ന പ്രതീക്ഷകളും വന്നതോടെ ഇന്നലെയും വാൾ സ്ട്രീറ്റ് ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്.
ഡൗ ജോൺസ് 0.58% നേട്ടത്തിലും S&P 500 0.75% നേട്ടത്തിലും നാസ്ഡാക്ക് 1% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബുധനാഴ്ചത്തെ CPI ഇൻഫ്ലേഷന് ശേഷം ഇന്നലെ പുറത്തു വന്നത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയായിരുന്നു. ഓഗസ്റ്റിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഉയർന്നു. അസ്ഥിരമായ ഭക്ഷണത്തിന്റെയും ഊർജ്ജത്തിന്റെയും വിലകൾ ഇല്ലാതാക്കുന്ന കോർ നമ്പർ 0.3% ഉയർന്നത്. എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് 0.2%. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ദുർബലമായ തൊഴിലവസരങ്ങളും സാമ്പത്തിക വളർച്ചാ ഡാറ്റയും കാരണം ഫെഡറൽ റിസർവ് 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ഒരു അഭ്യൂഹം മാർക്കറ്റിലുണ്ടായിരുന്നു. എന്നാൽ ഈ 2 ദിവസങ്ങളിലായി വന്ന CPI PPI ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം ഇപ്പോൾ കൃത്യമായിട്ട് 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടിക്കഴിഞ്ഞു. മാർക്കറ്റിന് കൂടുതൽ ക്ലാരിറ്റി ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 17-18 തീയതികളിൽ, അതായത് അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഫെഡറൽ റിസർവ് സൂചിപ്പിക്കുന്നത് 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത 69%. S&P 500ൽ ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടർ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ്. 2% ഇന്നലെ ഉയർന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നലെ സ്പോട്ട് ഗോൾഡ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഗോൾഡുമായി റിലേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ അവിടെ US-ൽ നേട്ടമുണ്ടാക്കിയിരുന്നു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.44% ഉയർന്നു. വിപ്രോ 2.75% ഉയർന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.47% ഉയർന്നു. HDFC ബാങ്ക് 2.11% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 1.25% ഉയർന്നപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 1.25% ഇടിയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.13% നേട്ടത്തിലും S&P 500 0.12% നേട്ടത്തിലും ടെക് സ്റ്റോക്കുകൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.57% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1% മുകളിൽ നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.52% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.78% നേട്ടത്തിലും. ഇന്നലെ സെക്ടറുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ടെക് സെക്ടർ ആയിരുന്നു. 2% ഉയർന്നു. മാത്രമല്ല മൈനിങ് സ്റ്റോക്കുകൾ 2.38% ഉയർന്നു. ഇന്നലെ യൂറോപ്പിൽ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഉണ്ടായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. ECB വ്യാഴാഴ്ച വീണ്ടും നിരക്കുകൾ 25 ബേസിസ് പോയിന്റ്സ് കുറച്ചു. ഈ വർഷത്തെ നിക്ഷേപ നിരക്കിലെ രണ്ടാമത്തെ കുറവാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഡാക്സ് 0.16% നേട്ടത്തിലാണ്. CAC 0.15% നേട്ടത്തിലും FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 25,389 എന്ന നിലയിലാണ്. 41 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഒരു 30 മുതൽ 35 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.12% നേട്ടത്തിലും ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.47% ഇടിവിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.26% നേട്ടത്തിലും തായ്വാൻ മാർക്കറ്റ് 0.49% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. മെക്സിക്കോ ഉൾക്കടലിലൂടെ ആഞ്ഞടിച്ച ഫ്രാൻസിയൻ ചുഴലിക്കാറ്റ് അത് കാരണം ഇന്നലെ എണ്ണ ഉൽപ്പാദനത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച US ക്രൂഡ് ഓയിൽ 2%-ലധികം നേട്ടമുണ്ടാക്കി. US ക്രൂഡ് $68 തിരികെ എത്തി. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.28 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.15% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $69.33 പെർ ബാരൽ എന്ന നിലയിൽ 0.52% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.